കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് കേവലം ഒരു ഭരണമാറ്റത്തിനുള്ള അവസരമല്ല, മറിച്ച് ദശകങ്ങളായി നിലനിൽക്കുന്ന മുന്നണി രാഷ്ട്രീയത്തിന്റെ അടിത്തറ ഇളക്കുമോ എന്ന് നിശ്ചയിക്കുന്ന നിർണായകമായ സന്ധിയാണ്. മെയ് 23 നിലവിലെ സഭയുടെ കാലാവധി അവസാനിക്കാനിരിക്കെ ഭരണ തുടർച്ചയുടെ ഹാട്രിക് ലക്ഷ്യമിടുന്ന LDFും അധികാരം തിരിച്ചുപിടിക്കാൻ കിണഞ്ഞു ശ്രമിക്കുന്ന UDFും നിർണായക ശക്തിയായി മാറാൻ തന്ത്രങ്ങൾ മെനയുന്ന NDAയും തമ്മിലുള്ള പോരാട്ടം മുമ്പെങ്ങുമില്ലാത്ത വിധം സങ്കീർണമാണ്. കേരളത്തിലെ വോട്ടർമാർ രാഷ്ട്രീയ പ്രബുദ്ധരാണെന്ന് അവകാശപ്പെടുമ്പോഴും അടിത്തട്ടിലെ ജാതിമത സമവാക്യങ്ങളാണ് പലപ്പോഴും തിരഞ്ഞെടുപ്പ് ഫലങ്ങളെ സ്വാധീനിക്കുന്നത്. 54% വരുന്ന ഹൈന്ദവ വോട്ടുകളും 45% വരുന്ന ന്യൂനപക്ഷ വോട്ടുകളുമാണ് വിജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്നത്. ഈഴവ വിഭാഗത്തിന്റെയും ദളിത് വിഭാഗങ്ങളുടെയും ശക്തമായ പിന്തുണയാണ് LDFിന്റെ എക്കാലത്തെയും വലിയ കരുത്ത്. പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സോഷ്യൽ എഞ്ചിനീയറിംഗിലൂടെയും ഈ വോട്ട് ബാങ്കുകളെ ചേർത്ത് നിർത്താൻ CPMന് സാധിച്ചിട്ടുണ്ട്. മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകൾ തങ്ങളുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണെന്നാണ് UDF എപ്പോഴും വിശ്വസിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ ഈ വോട്ടുകളിൽ ഉണ്ടായ വിള്ളൽ അവരെ ഭയപ്പെടുത്തുന്നുണ്ട്. പരമ്പരാഗത വോട്ട് ബാങ്കുകളിലേക്ക് കടന്നുകയറാനാണ് BJP ശ്രമിക്കുന്നത്. പ്രത്യേകിച്ചും ക്രൈസ്തവ വോട്ടുകളിലും NSS അനുകൂല വോട്ടുകളിലും അവർ കണ്ണുവെക്കുന്നു. 2021 ചരിത്രപരമായി തുടർച്ച നേടിയ LDF ഇത്തവണ പിണറായിസം എന്ന ബ്രാൻഡിലാണ് വോട്ട് തേടുന്നത്. വികസന നേട്ടങ്ങളും കിറ്റും ക്ഷേമ പെൻഷനുകളും കഴിഞ്ഞ തവണ തുണച്ചെങ്കിൽ ഇത്തവണ കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക അവഗണനയാണ് അവരുടെ പ്രധാന പ്രചാരണ വിഷയം. എങ്കിലും തുടർച്ചയായി 10 വർഷത്തെ ഭരണം സൃഷ്ടിച്ചേക്കാവുന്ന ഭരണവിരുദ്ധ വികാരം LDFിന് വലിയ വെല്ലുവിളിയാണ്. അഴിമതി ആരോപണങ്ങളും ഭരണപരമായ പാളിച്ചകളും പ്രതിപക്ഷം ആയുധമാകുമ്പോൾ താഴെത്തട്ടിലുള്ള പാർട്ടി സംവിധാനങ്ങളെ ഉപയോഗിച്ച് അതിനെ പ്രതിരോധിക്കാനാണ് CPM ശ്രമിക്കുന്നത്. ന്യൂനപക്ഷ വോട്ടുകളിൽ കഴിഞ്ഞ തവണയുണ്ടായ വർധനവ് നിലനിർത്താൻ മുസ്ലിം ലീഗിതര വോട്ടുകളിൽ അവർ വലിയ തോതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് നിലനിൽപ്പിന്റെ പോരാട്ടമാണ്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും തദ്ദേശ തിരഞ്ഞെടുപ്പിലും ഉണ്ടായ ഉണർവ് നിയമസഭയിൽ പ്രതിഫലിക്കുമെന്നാണ് അവരുടെ പ്രതീക്ഷ. UDFിന്റെ ശക്തി കേന്ദ്രങ്ങളായ മലബാറിലെ മുസ്ലിം വോട്ടുകളും മധ്യ കേരളത്തിലെ ക്രൈസ്തവ വോട്ടുകളും ചോരാതെ നോക്കുക എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. NSS പോലുള്ള സംഘടനകളുമായി കൂടുതൽ അടുക്കാനും അവരുടെ പരാതികൾ പരിഹരിക്കാനും കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കുന്നുണ്ട്. ഭരണവിരുദ്ധ വോട്ടുകൾ പിന്നിച്ചു പോകാതെ സ്വന്തം പെട്ടിയിൽ എത്തിക്കുക എന്നതിലാണ് UDFിന്റെ വിജയം ഇരിക്കുന്നത്. തൃശൂരിലെ വിജയത്തിന് ശേഷം BJP നയിക്കുന്ന NDA വലിയ ആത്മവിശ്വാസത്തിലാണ് ഉള്ളത്. കേരളത്തിൽ രണ്ടാം ശക്തിയാകുക എന്ന ലക്ഷ്യത്തോടെയാണ് അവർ നീങ്ങുന്നത്. മധ്യ കേരളത്തിലെ ക്രൈസ്തവ വിഭാഗങ്ങളിലേക്ക് പാലമിടാൻ BJP നടത്തുന്ന നീക്കങ്ങളും ഗൗരവകരമാണ്. സഭാ നേതൃത്വങ്ങളുമായി നേരിട്ട് സംവാദിക്കുന്നതിലൂടെ UDFിന്റെ അടിത്തറ ഇളക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. നഗരമേഖലകളിലെ വികസനം ആഗ്രഹിക്കുന്ന യുവതലമുറയും മധ്യവർഗത്തെയും ആകർഷിക്കാൻ മോദി ഗ്യാരണ്ടി എന്ന മുദ്രാവാക്യമാണ് അവർ ഉയർത്തുന്നത്. ഈഴവ വോട്ടുകളിൽ വിള്ളലുണ്ടാക്കാൻ BDJSന്റെ സാന്നിധ്യം NDAയ്ക്ക് തുണയാകുമെന്ന് അവർ കരുതുന്നു. 25% വോട്ട് വിഹിതം എന്ന മാന്ത്രിക സംഖ്യയിൽ എത്തിയാൽ കേരളത്തിലെ പല സീറ്റുകളിലും ജയപരാജയങ്ങൾ നിശ്ചയിക്കാൻ BJPക്ക് സാധിക്കും. ജമാഅത്തെ ഇസ്ലാമി, SDPI തുടങ്ങിയ സംഘടനകളുടെ നിലപാടുകൾ മലബാർ മേഖലയിൽ നിർണായകമാകും. ഇവർ സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ UDFിനോ LDFിനോ മുൻതൂക്കം നൽകിയേക്കാം. അതുപോലെ തന്നെ പരമ്പരാഗത വോട്ടുകളിൽ സ്വാധീനമുള്ള സ്വതന്ത്ര ഗ്രൂപ്പുകളും 2020 പോലുള്ള ജനകീയ കൂട്ടായ്മകളും പ്രധാന മുന്നണികളുടെ വോട്ട് വിഹിതത്തിൽ കുറവുണ്ടാക്കാനും സാധ്യതയുണ്ട്. രാഷ്ട്രീയത്തിനപ്പുറം കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി, തൊഴിലില്ലായ്മ, പ്രവാസി പ്രശ്നങ്ങൾ എന്നിവയും തിരഞ്ഞെടുപ്പിൽ ചർച്ചയാകും. സിൽവർ ലൈൻ പദ്ധതി, തീരദേശ പ്രശ്നങ്ങൾ, മലയോര കർഷകരുടെ പട്ടയ പ്രശ്നങ്ങൾ എന്നിവ വോട്ടർമാരുടെ മനസ്സിനെ സ്വാധീനിക്കും. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് കേരളത്തിന് ഒരു രാഷ്ട്രീയ പരീക്ഷണശാലയാണ്. വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടമെന്ന് LDFും അഴിമതിക്കെതിരെയുള്ള പോരാട്ടമെന്ന് UDFും വികസനത്തിനായുള്ള പോരാട്ടമെന്ന് NDAയും അവകാശപ്പെടുമ്പോൾ യഥാർത്ഥ വിധി വോട്ടർമാരുടേതാണ്. സമുദായ സമവാക്യങ്ങൾക്കപ്പുറം കേരളത്തിലെ ജനങ്ങൾ പ്രകടിപ്പിക്കുന്ന രാഷ്ട്രീയ ബോധം ആർക്ക് അനുകൂലമാകുമെന്നത് മെയ് മാസത്തിലെ ഫലപ്രഖ്യാപനം വരെ ഉദ്വേഗജനകമായി തുടരും. പിണറായി വിജയന്റെ കരുത്തുറ്റ നേതൃത്വം 3ാം തവണയും വിജയം വരിക്കുമോ, അതോ കേരളം പതിവ് പോലെ മാറ്റത്തിന് വോട്ട് ചെയ്യുമോ, അതോ മൂന്നാമതൊരു ശക്തി കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ തിരുത്തി കുറിക്കുമോ? വരും ദിവസങ്ങളിലെ പ്രചാരണങ്ങളും സ്ഥാനാർത്ഥി നിർണയവും ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകും. 2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സമുദായ സമവാക്യങ്ങൾ ചെലുത്തുന്ന സ്വാധീനം കേവലം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനപ്പുറം അതിനിർണായകമായ ചില മാറ്റങ്ങൾക്ക് വഴിതെളിക്കും. കേരളത്തിലെ 54% വരുന്ന ഹൈന്ദവ വോട്ടുകളും 45% വരുന്ന ന്യൂനപക്ഷ വോട്ടുകളും 3 മുന്നണികളുടെയും ഭാവി നിശ്ചയിക്കുന്ന പ്രധാന ഘടകങ്ങളാണ്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഈഴവ ദളിത് വിഭാഗങ്ങളുടെ ഉറച്ച പിന്തുണ നിലനിർത്തുന്നതിനൊപ്പം മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ തങ്ങൾക്കുള്ള വിശ്വസ്തത വർദ്ധിപ്പിക്കാനാണ് ശ്രമം. ഭരണ തുടർച്ചയുടെ ഹാട്രിക് നേടാൻ ന്യൂനപക്ഷ വോട്ടുകളിൽ കഴിഞ്ഞ തവണയുണ്ടായ വർധനവ് ഇത്തവണയും നിലനിർത്തേണ്ടത് അവർക്ക് അനിവാര്യമാണ്. UDFിന് തങ്ങളുടെ പരമ്പരാഗത വോട്ട് ബാങ്കുകളായ ക്രൈസ്തവ മുസ്ലിം വോട്ടുകൾ തിരിച്ചുപിടിക്കേണ്ടത് നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി മധ്യ കേരളത്തിലെ ക്രൈസ്തവ വോട്ടുകളിൽ ഉണ്ടായ ചോർച്ച പരിഹരിക്കാൻ സഭാ നേതൃത്വങ്ങളുമായി അവർ നടത്തുന്ന ചർച്ചകൾ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ നിർണായകമാകും.
ഇന്ത്യയുടെ കടന്നുകയറ്റമാണ് ഇത്തവണത്തെ ഏറ്റവും വലിയ മാറ്റം. ക്രൈസ്തവ വോട്ടുകൾ ലക്ഷ്യമിട്ടുള്ള BJPയുടെ നീക്കങ്ങൾ വിജയിച്ചാൽ അത് UDFന്റെ അടിത്തറ ഇളക്കും. കൂടാതെ NSS പോലുള്ള സംഘടനകളുടെ സമദൂര നിലപാട് തങ്ങൾക്ക് അനുകൂലമാകുമെന്നും ഹൈന്ദവ വോട്ടുകളുടെ ഏകീകരണം വഴി വോട്ട് വിഹിതം 25% എത്തിക്കാമെന്നും BJP കണക്കുകൂട്ടുന്നു. ചുരുക്കത്തിൽ ജാതിമത സംഘടനകൾ സ്വീകരിക്കുന്ന നിലപാടുകൾ കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തിന്റെ അന്ത്യവിധി എഴുതുന്നതിൽ പ്രധാന പങ്കുവഹിക്കും. സമുദായങ്ങൾക്കിടയിലെ ഈ ചേരിതിരിവുകളും ധ്രുവീകരണങ്ങളും വോട്ടർമാരുടെ രാഷ്ട്രീയ ബോധത്തെ എങ്ങനെ സ്വാധീനിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും കേരളത്തിന്റെ ഭാവി ഭരണം.